ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ സെക്കൻഡ് ടൈം പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പാർട്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി ആ ഭാഗം കൂടി കാണാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ടീച്ചർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എക്സാമിന് ശേഷമുള്ള വെക്കേഷൻ ക്ലാസ്സുകളും ഞങ്ങളുടെ സിലബസ് ബേസ്ഡുള്ള ട്യൂഷൻ ക്ലാസ്സുകളെല്ലാം വെറും 89 രൂപയ്ക്ക് ലഭ്യമായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക. മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് 8589823710 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ മക്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ പാർട്ട് 2 ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ വേഗം കൂട്ടുകാർ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന മക്കൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ആക്ടിവിറ്റി 3 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമുക്ക് ആക്ടിവിറ്റി 4 അല്ലേ ചെയ്യാനായിട്ടുള്ളത് മക്കളെ. ആക്ടിവിറ്റി 4 റിഡിൽസ് ആണ് കേട്ടോ. റിഡിൽസ് നോക്കിക്കേ മക്കളെ. ഹിയർ ആർ സം റിഡിൽസ് അബൌട്ട് ദി ക്യാരക്ടേഴ്സ് ഫ്രം ദി സ്റ്റോറീസ് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഐഡൻറ്റിഫൈ ദം. അതായത് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ മക്കളെ, എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട്, അതായത് നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിനുള്ള പോർഷൻസിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിലെയും തീം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് എന്നതിനെ കുറിച്ചിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആരൊക്കെയാണ് അതിലുള്ള ക്യാരക്ടേഴ്സ് എന്നതിനെ കുറിച്ചൊക്കെ മക്കൾക്ക് നന്നായിട്ട് ധാരണ വേണം. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ആദ്യം നന്നായിട്ട് എക്സാമിന് മുന്നിന് പോകുന്നതിന് മുന്നേ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നാൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഹിയർ ആർ സം റിഡിൽസ് അബൌട്ട് ദി ക്യാരക്ടേഴ്സ് ഫ്രം ദി സ്റ്റോറീസ് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റോറീസിൽ ചില ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള റിഡിൽസ് ആണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചിട്ട് ഏതാണ് ആ ക്യാരക്ടർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മക്കളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, മിസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവരെ കുറിച്ചിട്ട് ക്ലൂ ഒക്കെ ഓരോന്നായിട്ട് വായിച്ചു തരാം. മക്കൾ നോക്കുക കേട്ടോ. ആരായിരുന്നു എന്നുള്ളത് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. 1 എന്ന് ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തത് ആരാണ് എന്നുള്ളത് അവരുടെ പേര്, 2 എന്നിട്ടിട്ട് രണ്ടാമത്തത് എന്താണ് എന്നുള്ളത് ഒക്കെ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ആം റിയലി പ്രിറ്റി. ഐ വെയർ എ ഡയമണ്ട് ക്രൗൺ. ഞാൻ എന്ത് ധരിക്കും? ഒരു ഡയമണ്ട് ക്രൗൺ അല്ലേ, ഒരു ഡയമണ്ടിൻ്റെ കിരീടം ധരിക്കും. ഐ ലിവ് ഇൻ എ ഗ്ലാസ് പാലസ് ഇൻ ദി സീ. ഞാൻ ഒരു ഗ്ലാസ് പാലസ്, കടലിലുള്ള ഒരു ഗ്ലാസ് പാലസിലാണ്. പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരാണ്, അവിടെയാണ് താമസിക്കുക. ഹൂ ആം ഐ. ഞാൻ ആരാണ്? ഞാൻ റിയലി പിറ്റിയാണ്. ഞാനൊരു ഡയമണ്ട് ക്രൗൺ, കിരീടം ധരിക്കും. ഞാനതുപോലെ തന്നെ സീയിലുള്ള ഒരു പാലസിലാണ്, കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ആരാണ് മക്കളെ? യെസ്, എല്ലാ കൂട്ടുകാർക്കും കിട്ടിയിട്ടുണ്ട്. ആരാണ്? യെസ്, നമ്മുടെ ജൂലിയ അല്ലേ, നമ്മുടെ മെർമെയ്ഡ് ജൂലിയ അല്ലേ. ഓക്കെ, അപ്പോൾ ജൂലിയ എന്ന് മക്കൾ അവിടെ കൊടുക്കണം കേട്ടോ. ജൂലിയ, നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ കണ്ട കൂട്ടുകാർക്ക് കറക്റ്റായിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. നമ്മുടെ ജൂലിയ ആണ് അല്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ് 1 നോക്കിക്കുക മക്കളെ. ഐ ലിവ് ഇൻ ദി സീ അല്ലേ. ഞാൻ എവിടെയാണ്? കടലിലാണ് താമസിക്കുക. ഐ ആം ദി ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദി വേൾഡ് അല്ലേ. ഐ ആം ദി ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദി വേൾഡ്. വേൾഡിലെ ബിഗ്ഗസ്റ്റ് ആനിമലാണ് ഞാൻ. ഐ സ്റ്റോപ്പ്ഡ് ദി മെൻ ഫ്രം പുട്ടിങ് വേസ്റ്റ് ഇൻ ദി സീ. ഞാൻ എന്ത് നിർത്തലാക്കിയിട്ടുണ്ട്? ആളുകൾ കടലിൽ വേസ്റ്റ് ഇടുന്നത് ഞാനാണ് നിർത്തലാക്കിയിട്ടുള്ളത്. ഹൂ ആം ഐ. ഞാൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് മക്കളെ? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ആരാണ്? നമ്മുടെ ബ്ലൂ വെയിലാണ് അല്ലേ. നമ്മുടെ ബ്ലൂ വെയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ബ്ലൂ വെയിൽ അല്ലേ. അപ്പം നമുക്ക് അവിടെ ബ്ലൂ വെയിൽ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് 1 നോക്കിക്കേ. ഹി ചേസ്ഡ് ദി ക്യാറ്റ്. ഹി ലൈക്സ് ബോൺ. ഹി ക്യാൻ ബാർക്ക്.
ഹി സേവ്ഡ് ദി മദർ ക്രോ. ഹൂ ഈസ് ഹി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹി ചേസ്ഡ് ദി ക്യാറ്റ് എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്ത് ക്യാറ്റിനെ ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഹി ലൈക്സ് ബോൺ, അവൻ എന്ത് ഇഷ്ടമാണ്? ബോൺ അല്ലേ, എല്ലാം ഇഷ്ടമാണ്. ഹി ക്യാൻ ബാർക്ക്, അവന് ബാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ, കുരയ്ക്കാനായിട്ട് പറ്റും. ഹി സേവ്ഡ് ദി മദർ ക്രോ, മദർ ക്രോനെ സേവ് ചെയ്തതും ആരാണ്? അവനാണ്. അങ്ങനെയാണെങ്കിൽ ഹൂ ഈസ് ഹി, അവൻ ആരാണ്? ആരാണ് മക്കളെ? യെസ്, റോക്കി ദി ഡോഗ് അല്ലേ, റോക്കി അല്ലേ, റോക്കി എന്നാണ് എഴുതേണ്ടത് കേട്ടോ. റോക്കി ദി ഡോഗ് എന്ന് എഴുതിയാൽ കൂടുതൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. റോക്കി ദി ഡോഗ് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കുക മക്കളെ. ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് ദി മദർ ക്രോ, റൈറ്റ് എ റിഡിൽ അബൌട്ട് ഹെർ അല്ലേ. മദർ ക്രോയുടെ പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മദർ ക്രോയെ കുറിച്ച് നിങ്ങളോട് സ്വയം ഒരു റിഡിൽ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മദർ ക്രോയെ കുറിച്ച് എഴുതാം മക്കളെ? നോക്കിക്കേ. ഒന്ന് നമുക്ക് ഐ ക്യാൻ ഫ്ലൈ അല്ലേ, ഐ ക്യാൻ ഫ്ലൈ എന്ന് കൊടുക്കാം. ഐ ക്യാൻ ഫ്ലൈ അല്ലേ. ദെൻ പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഐ ആം ബ്ലാക്ക് ഇൻ കളർ എന്ന് കൊടുക്കുക അല്ലേ. നമ്മുടെ ക്രോയുടെ കളർ എന്താ മക്കളെ? ബ്ലാക്ക് കളറാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ആം ബ്ലാക്ക് ഇൻ കളർ എന്ന് പറയാം അല്ലേ. ഐ ആം ബ്ലാക്ക് ഇൻ കളർ, ഞാൻ എന്ത് നിറമാണ്? കറുപ്പ് നിറമാണ്. പിന്നെ എന്ത് പറയാം മക്കളെ? പിന്നെ നമ്മുടെ ഈ ക്രോയാണ് നമ്മുടെ നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ എന്ത് ചെയ്യുന്നത്? വൃത്തിയാക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഒന്ന് നമുക്ക് കൊടുക്കാം അല്ലേ. ഐ ക്ലിയർ യുവർ സറൗണ്ടിങ്സ് അല്ലേ. ഐ ക്ലിയർ യുവർ സറൗണ്ടിങ്സ്. ഐ ക്ലിയർ യുവർ സറൗണ്ടിങ്സ് അല്ലേ, ഞാൻ നിങ്ങളുടെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കും. പിന്നെ ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഹൂ ആം ഐ അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മദർ ക്രോനെ കുറിച്ചിട്ട് ഇത്തരത്തിലൊരു റിഡിൽ എഴുതാം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ മക്കൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ടിവിറ്റി 5 ആണ്. ആഡ് മോർ ലൈൻസ് ആണ് കേട്ടോ. ആഡ് മോർ ലൈൻസ്, അതായത് കൂടുതൽ വരികൾ ചേർക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കൂട്ടുകാരുടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ മക്കളോട് എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ആഡ് മോർ ലൈൻസ് നോക്കിക്കേ മക്കളെ. ദ സ്റ്റാർ ഫിഷ്, the goldfish and the dolphin went to the glass palace for Julia's birthday party. They met Julia and handed over the gifts. The starfish began to sing a song. എന്താണ് മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ? നമ്മുടെ സ്റ്റാർ ഫിഷും ഗോൾഡ് ഫിഷും അതുപോലെ തന്നെ ഡോൾഫിൻ കേട്ടോ. അവർ ഓർത്തിരിക്കണേ. സ്റ്റാർ ഫിഷ്, ഗോൾഡ് ഫിഷ്, ദി ഡോൾഫിൻ വെന്റ് ടു ദി ഗ്ലാസ് പാലസ് ഫോർ ജൂലിയാസ് ബർത്ത്ഡേ. നമ്മുടെ ജൂലിയയുടെ ബർത്ത്ഡേക്ക് അവരെല്ലാവരും ഗ്ലാസ് പാലസിലേക്ക് പോയതാണ് അല്ലേ. ഓക്കെ, ദെൻ മെറ്റ് ജൂലിയ. അവരെന്ത് ചെയ്തു? ജൂലിയെ കണ്ടിട്ട് അവൾക്ക് എന്ത് ചെയ്തു? ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. എന്നിട്ട് നമ്മുടെ സ്റ്റാർ ഫിഷ് എന്ത് ചെയ്തു? ബിഗാൻ ടു സിങ് എ സോങ്. നമ്മുടെ സ്റ്റാർ ഫിഷ് എന്ത് ചെയ്തു? ഒരു പാട്ട് പാടാൻ തുടങ്ങി. എന്താണ് മക്കളെ? അത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഹോ പ്രിറ്റി പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. The starfish here giving you a nice gift അല്ലേ. ഹോ പ്രിറ്റി പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലേ. നമ്മുടെ പ്രിൻസസിനെയൊക്കെ വിളിച്ചിട്ട് അവളോട് ഹാപ്പി ബർത്ത്ഡേ പറയാണ്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? ദി സ്റ്റാർ ഫിഷ് ഹിയർ, ഞാൻ സ്റ്റാർ ഫിഷ് ഇവിടെയുണ്ട്. ഗിവിങ് യു എ നൈസ് ഗിഫ്റ്റ് അല്ലേ, നിനക്കൊരു നൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് തരികയെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ മക്കളടുത്ത് പറഞ്ഞത് കംപ്ലീറ്റ് ദി സോങ് ബൈ ആഡിങ് മോർ ലൈൻസ് അല്ലേ. കൂടുതൽ വരികൾ ചേർത്തിട്ട് ആ സോങ്ങിലേക്ക് കൂടുതൽ വരികൾ ചേർക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 2 വരി നമുക്ക് പിന്നെയും അവിടെ തന്നിട്ടുണ്ട്. ഹോ പ്രിറ്റി പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലേ. ദെൻ പിന്നെ നമുക്ക് ഇവിടെ തേർഡായിട്ട് തന്നിട്ടുള്ള വരി എന്താണ്? ദി സ്റ്റാർ ഫിഷ് ഹിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സ്റ്റാർ ഫിഷിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അവിടെ ആരുണ്ട് മക്കളെ? ഗോൾഡ് ഫിഷ് ഉണ്ട്, ഡോൾഫിൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതിലാരെങ്കിലും ഒന്ന് വെച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം? ഗോൾഡ് ഫിഷിനെ എഴുതാം അല്ലേ. എങ്ങനെയാണ് ഇത്? ദ ഗോൾഡ് ഫിഷ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് കേട്ടോ. സ്പെല്ലിങ്ങിൽ സംശയമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നോക്കി എഴുതുക. ദി ഗോൾഡ് ഫിഷ് ഹിയർ. നേരത്തെ തന്ന പോലെ അതേപോലെ എഴുതിയാൽ മതി. സ്റ്റാർ ഫിഷ് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുക? ഗോൾഡ് ഫിഷ് എന്നാക്കുക. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് എന്ത് ചെയ്തുക? നെക്സ്റ്റ് ലൈൻ എന്ത് ചെയ്തുക? ഗിവിങ് യു എ. അവിടെ നമുക്ക് നൈസ് ഗിഫ്റ്റ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്താം? എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് എന്ന് എഴുതാം. അങ്ങനെ മതി കേട്ടോ. ചെറിയ മാറ്റം വരുത്തിയാൽ തന്നെ മക്കൾക്ക് വെറുതെ 5 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഗിവിങ് യു എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് എന്ന് എഴുതാം കേട്ടോ. നൈസ് എന്ന് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്താൽ? ബ്യൂട്ടിഫുൾ
ഗിഫ്റ്റ് എന്ന് എഴുതാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഗോൾഡ് ഫിഷിനെ വെച്ചിട്ട് എഴുതി. ഇനി അതേപോലെ തന്നെ ഹോ പ്രിറ്റി പ്രിൻസസ് ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ ആരാ മക്കളെ അവിടെ ഉള്ളത്? ആരാണുള്ളത്? നമ്മുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണ്? ഡോൾഫിൻ ആണുള്ളത് അല്ലേ? ഡോൾഫിൻ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഐ ദി ഡോൾഫിൻ, ഐ ദി ഡോൾഫിൻ ഹിയർ, ഐ ദി ഡോൾഫിൻ ഹിയർ ഗിവിങ് യു. പറഞ്ഞേ മക്കളെ, എങ്ങനെ എഴുതാം നമുക്ക്? ഗിവിങ് യു എ. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ നൈസ് ഗിഫ്റ്റ് എന്ന് എഴുതി, പിന്നെ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് എന്ന് എഴുതി. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ വണ്ടർഫുൾ ഗിഫ്റ്റ് എന്ന് എഴുതാം അല്ലേ? ഐ ഗിവിങ് യു എ വണ്ടർഫുൾ ഗിഫ്റ്റ് കേട്ടോ. ഐ ഗിവിങ് യു എ വണ്ടർഫുൾ ഗിഫ്റ്റ് എന്ന് എഴുതണേ. ഐ ഗിവിങ് യു എ വണ്ടർഫുൾ ഗിഫ്റ്റ്, വണ്ടർഫുൾ ഗിഫ്റ്റ്. ഓക്കെ മക്കളെ, അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ തന്നിട്ടുള്ള സോങ്ങിലോട്ട് ലൈൻസ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആഡ് മോർ ലൈൻസ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? അതൊക്കെ ചെയ്യുക. ഇനിയും നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള നമ്മുടെ ഇംഗ്ലീഷുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്കൗട്ട് ചെയ്യും. അതിൽ കൂടുതൽ ആഡ് മോർ ലൈൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും പഠിക്കാനായിട്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ മുഴുവൻ മാർക്ക് മേടിക്കാൻ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ വെറും 89 രൂപ, വെറും ചെറിയൊരു എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? ആക്ടിവിറ്റി 6 ആണ് കേട്ടോ. ഗ്രീറ്റിംഗ് കാർഡ് എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നോക്കിക്കേ, എ ന്യൂ ഇയർ ഈസ് കമ്മിങ് ആഫ്റ്റർ ഡിസംബർ അല്ലേ? നമുക്ക് ഡിസംബറിന് ശേഷം എന്ത് വരികയാണ്? ഒരു ന്യൂ ഇയർ വരികയാണല്ലേ? ഒരു പുതുവർഷം വരികയാണ്. നോക്കിക്കേ, പ്രിപ്പയർ എ ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് ടു സെൻഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, കളർ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. അതായത് പ്രിപ്പയർ എ ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ കാർഡ് അല്ലേ? നിങ്ങളുടെ അടുത്ത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഗ്രീറ്റിംഗ് കാർഡ് ടു സെൻഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് അയക്കാനായിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് കളർ ഇറ്റ് ബ്യൂട്ടിഫുള്ളി അല്ലേ? അത് നല്ല രീതിയിൽ കളർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മക്കളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടീച്ചർ നിങ്ങൾക്ക് അതിന് ജസ്റ്റ് ഒരു മോഡലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കുറേ പിക്ചേഴ്സൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് മാത്രമേ നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഭംഗിയായിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ അതിൽ ഓരോ വേർഡ്സൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ അതിൽ നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് കളർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നിനും മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക? നിറങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കുക കേട്ടോ. പിന്നെ അതിൽ നിങ്ങൾ എഴുതുന്ന വേർഡ്സൊക്കെ ഇപ്പം നോക്കിക്കുക മക്കളെ, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ ടീച്ചർ എഴുതിയിട്ടുള്ളത് കുറച്ച് വലിയ ലെറ്റേഴ്സ് ആക്കിയിട്ടാണ് അല്ലേ? അപ്പം അതേ രീതിയിൽ കുറച്ച് വലുതാക്കിയിട്ട് ഫോണ്ട് സൈസ് ഒക്കെ കുറച്ച് വലുതാക്കിയിട്ട് മക്കളെ എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇംഗ്ലീഷിലെ തൊട്ട് മുന്നേ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ എക്സാം നന്നായിട്ട് നോക്കിയതിന് ശേഷം എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ആവുക കേട്ടോ. എന്നിട്ട് നമുക്ക് എക്സാമിന് മുഴുവൻ മാർക്കും മേടിക്കണം. അപ്പോൾ മക്കളെല്ലാവരും റെഡിയാണല്ലോ. ഇനിയും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ എക്സാമിന് ശേഷവും നിങ്ങൾക്ക് വെക്കേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഈ ഒരു എമൗണ്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.